അച്ഛൻ്റെ അല്ലാത്ത കുഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാവാറിയാം. ജാരസന്തതി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളങ്ങനെ തുറന്നു ചോദിക്കാൻ പാടില്ലല്ലോ. ദുർമരണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ ആത്മാവ് ഈ കുഞ്ഞിലേക്ക് വരും. ചെയ്യണം, ശരിക്കും ചെയ്യാറില്ല നമ്മളാരും. ഇന്ന് നമ്മളോടൊപ്പം കേരളത്തിലെ പ്രശസ്ത ജ്യോതിശാസ്ത്ര വിദഗ്ധയായിട്ടുള്ള ഡോക്ടർ രാജ്യലക്ഷ്മിയാണുള്ളത്. മാഡം നമസ്കാരം. നമസ്കാരം. ഈ പ്രേതവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗുരുഭ്യോ നമഃ. ജയ് ഹനുമാൻ, ജയ് ശ്രീറാം. ഈ പ്രേതബാധ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ്. ശരിക്കും പേടി വരിക. നമ്മളിപ്പോൾ ഓരോ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് നിന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ പേടിയാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളിങ്ങനെ വാഴയുണ്ടായിരുന്നു മുൻവശത്ത്. അപ്പോൾ വാഴയുടെ ഇല ഇങ്ങനെ അനങ്ങുമ്പോൾ പ്രേതാന്ന് തോന്നും. അപ്പോൾ എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ട് കാണിച്ചിടും. സത്യവും മിഥ്യയും മനസ്സിലായോ. പിന്നെ ഉണ്ട് നമ്മൾ ദുർമരണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ ആത്മാവ് ഈ കുഞ്ഞിലേക്ക് വരും. നമ്മൾ ചിലർ ജാതകമൊക്കെ ഉണ്ട്, പ്രേതബാധയുണ്ട്, കുട്ടി വയലൻ്റാണ് എന്നൊക്കെ പറയില്ലേ, അത് ഈ ബാധ. പിന്നെ മാത്രമല്ല, അബോർഷൻ ചെയ്ത് കഴിഞ്ഞാലും അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരുടെ എന്തെങ്കിലും കാരണം കൊണ്ട് അബോർഷനായിപ്പോയി, ഓട്ടോമാറ്റിക് പോയാലും അല്ലാതെ ചെയ്താലും ഈ കുഞ്ഞ് ആത്മാവ് ഒരിക്കലും നശിക്കില്ല. ആത്മാവ് അന്തരീക്ഷത്തിലുണ്ടാവും. എത്രയായാലും ആത്മാവ് ഒരിക്കലും നശിക്കില്ല. ആത്മാവ് നാശമില്ലാത്ത ഒന്നാണ് ആത്മാവ്. ചെയ്യണം, ശരിക്കും ചെയ്യാറില്ല നമ്മളാരും. അപ്പം ഈ ആത്മാവ് അന്തരീക്ഷത്തിലുണ്ടാവും. അടുത്തൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ താലോലിക്കുകയും ലാളിക്കുകയും ചെയ്യുമ്പോൾ ഈ ആത്മാവിന് സങ്കടം വരും. അതെന്ത് ചെയ്യും, ബാധയായിട്ട് കുട്ടിക്ക് വരും. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു ജാതകം നോക്കുമ്പോൾ അറിയാം സഹോദരൻ്റെ ആത്മാവുണ്ട്, അറിയാൻ പറ്റും. അതിനൊക്കെ മാറ്റാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ അവൻ സ്വയം മരിക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെയും ദ്രോഹിക്കുകയോ ചെയ്യും. ദേഷ്യം മുഴുവൻ അമ്മയോടായിരിക്കും. അങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് അമ്മയെ കാണുമ്പോഴാണ്. കാരണം അവർ ജനിക്കാൻ അനുവദിച്ചില്ലല്ലോ. കാരണം എന്തോ അവർക്കറിയണ്ട. പ്രകാശം പോലെ ഡയറക്റ്റാ കാര്യങ്ങൾ ആയാലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ദൂരെ എത്രയോ പേരുടെ ജാതകം കണ്ടേക്കണു. നാളെ പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ അമ്മയെ കണ്ടുകൂടാ. ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ പക്ഷെ അമ്മയെ കണ്ടുകൂടാ. എന്താ കാരണം? അപ്പം നോക്കുമ്പോൾ എന്താ ആ ഒരു ദോഷമുണ്ട്. അതിന് നമ്മൾ യമരാജ ഹോമമൊക്കെ ചെയ്ത് മാറ്റാനുള്ള മാർഗങ്ങളുണ്ട്. അറിവുള്ള വേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാരെ കൂടെ മാറ്റാം. ആദ്യകാലങ്ങളിൽ ഈ പ്രേതബാധ, ആ പ്രേതമല്ല വേറെ പ്രേതബാധ പേടിക്കുക, വെള്ളത്തിൽ നിന്ന് പേടിക്കുക, വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ പേടിക്കുക. നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഓടിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും ദുർമരണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ. അപ്പോൾ അത് വന്ന് പിടിച്ചു തോന്നൽ, അതിനൊക്കെ ഞാൻ മാറ്റാറില്ല. ഇപ്പം മാറ്റാറില്ല. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു ഇനി ചെയ്യണ്ട. കാരണം നമ്മുടെ പിൻതലമുറ ആരും ചെയ്യാറില്ല, ചെയ്യില്ല, അവരാരും ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യില്ല. അപ്പോൾ അത് കാരണം ഞാൻ നിർത്തി. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിട്ട് വരുന്നതാ, ജന്മനാ വരുന്നതല്ല. ഈ ജന്മനാ വരുന്ന ബാധയാണ് നമുക്ക് മാറ്റാൻ പറ്റാത്തത്. അത് യമരാജ ഹോമം ചെയ്തതിന് മാറ്റണം. പിന്നെ സർപ്പങ്ങളുടെ ശാപം ഉണ്ടാവും, അതൊരു ബാധയാണ്. ഈ ഇണനാഗങ്ങളെ കൊല്ലുക, ഈ കൃഷിക്കുള്ളവർക്ക് അവർക്കറിയില്ലോ സാമ്പാടോ എന്താണെന്നൊക്കെ. അപ്പോൾ ഇണനാഗങ്ങളെ കൊല്ലുക, ഇതൊക്കെ ഭയങ്കര ദാമ്പത്യത്തിലൊക്കെ പ്രശ്നം വരും. വിവാഹം തന്നെ നടക്കില്ല. അങ്ങനെ അത് വേറെ. സർപ്പം എന്ന് പറഞ്ഞാൽ മഞ്ഞ സ്വർണ്ണ കളർ ചെറിയ സാധനം. നാഗത്തിനെ കൊല്ലരുത്. അത് അങ്ങനെയൊന്നും വരില്ല, അങ്ങനെയൊന്നും പ്രത്യക്ഷപ്പെടില്ല ആർക്കും. അത് കാണാൻ ഭാഗ്യമുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ ഈ നാഗത്തിനൊക്കെ. പക്ഷെ ആ നാഗങ്ങൾ ഇണതീർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൃഷിക്കാരൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ. അപ്പം അത് പിൻതലമുറകൾക്ക് ദോഷമായിട്ട് വരും. 7 തലമുറയ്ക്കുള്ള സംഭവം വരുന്നത്. സഞ്ചിത പാപകർമ്മ പുണ്യ പാപകർമ്മം കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത് തന്നെ. 7 തലമുറയ്ക്ക് മുമ്പുള്ള ദോഷങ്ങൾ നമ്മളിലേക്ക് വരാം. അതായത് മാതാപിതാക്കൾ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അവരുടെ ചിന്താഗതി എന്താണോ അതനുസരിച്ചാണ് ഉണ്ടാവുക. അതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരും. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ജാതകം മുഴുവൻ മോശമായിരിക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന കുഞ്ഞ്. പിന്നെ അച്ഛൻ്റെ അല്ലാത്ത കുഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാവാറിയാം. ജാരസന്തതി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളങ്ങനെ തുറന്നു ചോദിക്കാൻ പാടില്ലല്ലോ. ചോദിച്ചാൽ അവർക്ക് വിഷമാവും. ചിലപ്പോൾ അച്ഛനും അമ്മയാണ് വന്നേക്കണത്. എനിക്കൊരു അനുഭവം ഉണ്ട്. ഒരു അമ്മ, അപ്പം ഞാൻ പറഞ്ഞു അച്ഛന് ഈ കുട്ടിയുടെ ജനനം കൊണ്ട് അച്ഛന് ദോഷമാണ്, അച്ഛന് 6 മാസത്തിന് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു അച്ഛൻ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഡൗട്ടായി. ഞാൻ നോക്കിയപ്പോൾ അച്ഛനല്ല.
അപ്പം നേരിട്ട് ചോദിക്കാൻ പറ്റുമോ? ജീവിതം പോയില്ലേ? അപ്പോൾ അദ്ദേഹം തോന്നുന്നു ഞാൻ ചായ കുടിച്ചിട്ട് വരാം പുറത്തേക്ക് പോയ സമയത്ത് ഞാൻ ചോദിച്ചു അച്ഛൻ ഇതല്ലല്ലോ അച്ഛൻ. അപ്പോൾ അവർ സത്യം പറഞ്ഞു ഡ്രൈവറുടെ കുട്ടിയാന്ന് പറയും. ഇതൊക്കെ നമുക്ക് ജ്യോതിഷം നോക്കും. പക്ഷെ അങ്ങനെ നമ്മൾ മുഖത്തടിച്ചും ചോദിക്കാൻ പാടില്ല. കാരണം അവരുടെ ഫാമിലി ലൈഫ് പോവും. എന്തെങ്കിലും പ്രശ്നം കൊണ്ടായതായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു ചോദിക്കാൻ പാടില്ല. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നല്ലേ പറയാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ അതുപോലെ കുട്ടികളുടെ ഭാവി, കുട്ടികളെങ്ങനെ കല്യാണം കഴിക്കും, ചിലപ്പോൾ ലവ് മാരേജാണ്, നമുക്ക് ജാതകം കാണുമ്പോൾ അറിയാം എന്തായാലും. പിന്നെ ഈ ബാധാദോഷങ്ങൾ, അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചോ, അത് തിരിച്ച് സബ്ജക്റ്റിലേക്ക് വരാം. ആ ആത്മാക്കൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ജീവിതം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം ഉണ്ടായാലും ഭാര്യയ്ക്ക് ഭർത്താവ് പേടിയുണ്ടാവും. അത് നമുക്കറിയില്ല എന്താ സംഭവം എന്ന്, അവർക്കും അറിയില്ല നമുക്കും അറിയില്ല. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും, പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ വരും. നമ്മൾ ചിലപ്പോൾ ആൾക്കാർ ഇഷ്ടത്തിനായിരിക്കും, ഓ ഇനിയൊരു കുട്ടി വേണ്ട. ഇപ്പം നമ്മൾ തീരുമാനിക്കാനുള്ള കുട്ടികൾ, പണ്ടൊക്കെ ദൈവം തിരിച്ചേക്കണം, ഇപ്പം നമ്മളല്ല നിശ്ചയിക്കണത്. അപ്പോൾ ആ കുട്ടി വേണ്ട എന്ന് വിചാരിച്ച് അപോഷണൊക്കെ ആക്കിയാൽ ആ ഉണ്ടാവുന്ന കുട്ടിക്ക് പ്രശ്നങ്ങൾ വരും. ഈ അടുത്ത കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രശ്നം വരും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിന്. നമ്മളങ്ങനെ നമുക്ക് അധികാരമില്ല ഒരാളെ കൊല്ലാനോ അപോഷണാക്കാനോ ഒന്നും അധികാരമില്ല. പക്ഷേ അതിന് പരിഹാരങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല, അപോഷണായി, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്താൽ ആ പ്രശ്നങ്ങൾ തീരും. അതെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ജനിച്ച വലിയ ബുദ്ധിമുട്ടല്ലേ, ഹാർട്ട് ബീറ്റ് ഇല്ല, അങ്ങനെയൊക്കെ വരുന്നതാണ്. 5-ാം മാസത്തിൽ അറിയാൻ പറ്റുമോ എന്തൊക്കെയുണ്ട്, കണ്ണുണ്ടോ കയ്യുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ അധികം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ കുട്ടി ജനിച്ചാൽ നമുക്കും ബുദ്ധിമുട്ട്, ആ കുട്ടിക്കും ബുദ്ധിമുട്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിന് പരിഹാരങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് പരിഹാരം ചെയ്തിട്ട് അടുത്ത കുട്ടി ഉണ്ടാവും. അപ്പോൾ പ്രശ്നമില്ല. ആ ആത്മാവിന് മോക്ഷം കൊടുക്കണം. നമ്മൾ കൊല്ലുകയല്ലേ ചെയ്തത്, നമ്മൾ കൈകൊണ്ടല്ലെങ്കിലും ഡോക്ടറായാലും കൊല്ലുകയല്ലേ ചെയ്തേക്കണേ. ജനിക്കേണ്ട കുഞ്ഞിനെ കൊല്ലുക ചെയ്തേക്കണത്. അപ്പോൾ അതിന് നമ്മൾ യമരാജ ഹോമം ചെയ്ത് പരിഹാരം ചെയ്താൽ പ്രശ്നം തീർന്നു. പിന്നെ ഇത് മൈൻഡ് ചെയ്യാണ്ട് ഇപ്പം അതൊന്നും നമ്മൾ ഉപദ്രവിക്കുമല്ലോ. ഓട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുണ്ടാവുള്ള കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരും. അതെ, ഇതാണ് കാരണം, ഇതാണ് സംഭവിക്കുന്നത്. പേടിപ്പിക്കുന്ന, ഞാൻ പണ്ടേ ദൈവവിശ്വാസിയാണ്. അത് കാരണം എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ ഹസ്ബൻഡിന് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, കുട്ടികളൊന്നും ആയിട്ടില്ല. ഒരു സർവൻ്റ് ഉണ്ട്, അവരും വീട്ടിൽ പോയി, അവർക്ക് അത്യാവശ്യമായിട്ട്. അപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല, ഞാനവിടെ താമസിച്ച പ്രശ്നമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് അടുത്ത വീട്ടിൽ അവർ പറയണത് ഇവിടെ ഒരു ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന്. ആത്മഹത്യ എങ്ങനെ ചെയ്തു? അവിടെ ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ ഏതോ ആൾക്കാർ, ഇവിടെ ജോലിക്കാരായിരിക്കും, വന്ന് റേപ്പ് ചെയ്ത് അത് ആത്മഹത്യ ചെയ്തു. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. അതുവരെ എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. കോട്ടേജുകൾ കോട്ടേഴ്സ് മാറി. കാരണം അത് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. അതെ, ഇപ്പം ബുദ്ധൻ്റെ അടുത്ത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ജീവൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ശരി തരാം, അതായത് മരണമില്ലാത്ത വീട്ടിൽ നിന്ന് കടുക് വാങ്ങിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവർ കഴിച്ച് ശരിയായിരിക്കുന്നത്. മരണമില്ലാത്ത വീടുണ്ടോ? മരിക്കാത്ത വീടുകളുണ്ടോ? മരണം നമുക്കുള്ളത് തന്നെയാണ്. നമ്മൾ ജനിക്കുമ്പോൾ തീരുമാനിച്ച കാര്യങ്ങളാണ് ഇന്ന ദിക്കിൽ ഇന്ന സമയത്ത് മരിക്കുന്നതാണ്. ഇന്ന സമയത്ത് ജ്യോത്സ്യന്മാർക്കറിയാം, ഇന്ന സമയത്ത് ഇന്ന ദിക്കിൽ ഇങ്ങനെ രീതിയിൽ മരിക്കും എന്നൊരാളുടെ ജാതകം കറക്റ്റാണ് നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പറയില്ല, പറയാൻ പാടില്ല ഒരിക്കലും. അയ്യോ പറഞ്ഞവർ അപ്പം തന്നെ മരിക്കില്ലേ, വിഷമാവൂലേ? ടെൻഷൻ മരിക്കില്ലേ ഒരിക്കലും. ഈ പാമ്പ് കടിച്ചാൽ മരിക്കാൻ കാരണം എന്താ? ടെൻഷൻ. ധൈര്യമുള്ളവർ രക്ഷപ്പെടും, ധൈര്യമുള്ളവർക്ക് പ്രശ്നമില്ല. പക്ഷെ ധൈര്യമില്ലാത്തവർക്കാകുമ്പോൾ പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ മാറി പ്രശ്നമാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ കാരണങ്ങൾ പറയില്ല. സമയം മോശമാണ്, അത് കാരണം വേണ്ട പരിഹാരം ചെയ്യും. വളരെ മോശം സമയമാണ് എന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ മരിച്ചു എന്ന് നമുക്കറിയാം മരിക്കുന്നത്, പക്ഷെ നമുക്ക് പറയാൻ പാടില്ല. പിന്നെ ഓരോ നിമിത്തങ്ങളുണ്ട് ഓരോ കാര്യത്തിന്. നമ്മളിപ്പോൾ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവൊക്കെ അല്ലെങ്കിൽ ദോഷമുള്ള ആൾക്കാർ വന്നിരിക്കുമ്പോൾ നമുക്ക് നിമിത്തങ്ങൾ വരും. നിമിത്തം അറിയാൻ പറ്റും. ആ നിമിത്തം അറിയുമ്പോൾ നമ്മൾ പറയും ഇത് സമയം മോശമാണ്. ചിലർക്ക് ജനിച്ച സമയം ഒന്നും ഉണ്ടാവില്ല, നക്ഷത്രവും അറിയില്ല, വെറുതെ ഒരാൾ വന്നിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് ഒന്നും അറിയാത്ത ഒരാളായിരിക്കും. അപ്പോൾ പറയാം എൻ്റെ അച്ഛനമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായില്ല, ഞാൻ എന്താ ചെയ്യാൻ? അത് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു രീതി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ താൽക്കാലിക 1 വർഷത്തേക്കേ ഉള്ളൂ. പക്ഷേ അവർക്ക് തൽക്കാലത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അറിയാത്തവരെന്ത് ചെയ്യും? അറിയണമെന്നുണ്ട്, അറിയാത്തവരെന്ത് ചെയ്യും? ഒന്നും അറിയില്ല, എനിക്കാകെ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ നോക്കി കൊടുക്കും, കാര്യങ്ങൾ പറഞ്ഞു. അവർ പറയുമല്ലോ സത്യമാണെന്ന്.
അപ്പോൾ നമ്മളവരോട് പറയുകയാണ് നിങ്ങളിങ്ങനെയൊക്കെയല്ലേ ചോദിച്ചാൽ യെസ്, അപ്പോൾ സത്യമാണല്ലോ, ഒരാളെ കണ്ടു കഴിഞ്ഞാലേ അവരുടെ എന്താണെന്ന് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പറയില്ല. ഒരാൾ വരുമ്പോൾ അറിയാം ഇയാളിങ്ങനെ കുക്കഡാണോ നല്ലതാണോ ഇങ്ങനത്തെയാണ്. അത് കാണുമ്പോൾ നല്ലതാ തോന്നിയേക്കണത്. പെൺകുട്ടികൾ സാധാരണ അങ്ങനെയല്ല, നമ്മൾ ചെറിയ കുട്ടിയല്ലേ, ഇത് പ്രായമൊക്കെ ആകുമ്പോഴാണ് ഇത്തിരി ഇതൊക്കെ തോന്നുക, ഇതൊക്കെ വരിക. അപ്പോൾ എനിമിയും അങ്ങനെയൊക്കെ ഉണ്ടാവണത്. ഇപ്പോൾ ചെറിയ പിള്ളേർക്ക് ചെറുപ്പക്കാർക്ക് അത്ര തോന്നില്ലല്ലോ. നമുക്കിപ്പോൾ എന്താ, നമുക്ക് ഇത് ജീവിക്കണം, പൈസ വേണം, നല്ലൊരു കല്യാണം വേണം, ഇതൊക്കെയല്ലേ ചിന്ത. അപ്പം ഇതൊന്നും തോന്നില്ല. പിന്നെ ഉണ്ടാവും നമ്മളെപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഇത്തിരി പ്രായമായി കഴിഞ്ഞാൽ തോന്നും അത്. ആയില്ല അങ്ങനെ തോന്നും. അത് അസൂയല്ല, അത് സ്വാഭാവികം മനുഷ്യർക്കുള്ളത് തന്നെയാണ്. കുടുംബ പ്രശ്നമാണ് കൂടുതലും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നം, പഠിക്കാത്ത കുട്ടികളുടെ പ്രശ്നം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നം ഒരുപാടുണ്ട്. കാരണം അതൊക്കെ ഇപ്പോൾ ഈഗോ, പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ എന്തും സഹിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളാണ്. അവരൊന്നും എതിർക്കില്ല. വാതിലിൻ്റെ പിറകിൽ നിൽക്കുന്ന സ്ത്രീകളായിരുന്നു. ഇന്ന് സ്ത്രീകൾ ഉയർത്തെഴുന്നേറ്റും അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവർ പറയുന്ന ഒപ്പം നിൽക്കും. നിങ്ങളും ഒന്നും ചെയ്താൽ എന്താ, രണ്ടുപേരും ജോലിക്കാരാണ്. അപ്പോൾ ഭർത്താവ് വന്നിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന അവർക്ക് ഇഷ്ടപ്പെടുമോ? കാരണം നമ്മൾ ഓഫീസ് ജോലി എന്ന് പറഞ്ഞാൽ തന്നെ ടെൻഷനാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ദേഷ്യം വരും സ്വാഭാവികമായിട്ടും. എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടീവായത് എനിക്ക് തോന്നണില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. ചില ആണുങ്ങൾക്ക് ഈഗോ ഉണ്ട്, ഞാൻ ആണല്ലേ, അവർ കണ്ടു വളർന്ന ശീലമായിരിക്കും. ഇപ്പോൾ സാധാരണ പഴയ കാലത്തൊക്കെ അച്ഛന്മാരെന്ത് ചെയ്യും, പേപ്പർ വായിക്കുക, TV കാണുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ അവർ സഹായിക്കൊന്നുമില്ല. പക്ഷേ അമ്മമാർക്ക് ജോലിയിലായിരിക്കും, സെർവൻസ് ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് സെർവൻറ്റ് കിട്ടാൻ പറഞ്ഞാൽ വലിയ കാര്യമാണ്, കിട്ടില്ല. കാരണം വിശ്വസിച്ച് നിൽക്കാനും പറ്റില്ല. വലിയ നല്ല ഭാഗ്യമുള്ളവർക്ക് മാത്രമേ നല്ല സെർവൻറ്റ് കിട്ടുള്ളൂ. അത്രയും ബുദ്ധിമുട്ടുള്ള സമയം. അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് സഹായിച്ച് വേണം ചെയ്യാനായിട്ട്. അടുക്കളയിലെ വൈഫ് കഴിയുമ്പോൾ കുട്ടികളെ റെഡിയാക്കുക, സ്കൂളിൽ ഇപ്പോൾ അത് വലിയ പണിയാണ്. പിള്ളേർ മടിയന്മാരാണ്, എണീക്കാൻ മടിയാണ്. രാവിലെ എണീക്കുന്നത് നമുക്കും മടിയാണ്, പക്ഷെ നമ്മൾ എഴുന്നേൽക്കുന്നു. അപ്പോൾ രാവിലെ നല്ല തണുപ്പൊക്കെ വരുമ്പോൾ ഇറങ്ങാൻ നല്ല സുഖമാണ്. അപ്പോൾ ഈ കുട്ടികളെ എണീപ്പിച്ച് റെഡിയാക്കി ഒക്കെ ഫുഡൊക്കെ അമ്മ കൊടുക്കുമ്പോഴേക്കും ഇതൊക്കെ ആക്കാനുള്ള ഉത്തരവാദിത്തം അച്ഛനുണ്ട്. അതുപോലെ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് കുട്ടികളെ എടുത്തിരുന്ന് എന്താ പഠിച്ചത്, എന്താ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത സമയത്താണ് സ്ത്രീകൾ ഡള്ളായി പോകും, വിഷമാവും, മനപ്രയാസമാവും, ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് അവർ കോപിക്കും. പ്രത്യേകിച്ച് പീരീഡ്സ് ടൈമിൽ സ്ത്രീകൾക്ക് ഏറ്റവും ദേഷ്യം ഉണ്ടാകുന്ന സമയമാണ്, ഇറിറ്റേഷനുള്ള സമയമാണ് പീരീഡ്സ് സമയം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് കുടുംബകലഹം ഉണ്ടാകുന്നത്. സമയദോഷം കൊണ്ട് വരും. കേതുദശ വരുമ്പോൾ ഓരോ ദശകളിലും ഇങ്ങനെ സ്വാപകാരങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ വ്യാഴദശ കേതു വരിക, ശനിദശ കേതു വരിക. കേതുദശ വരുമ്പോഴാണ് പിരിക്കണ സമയമാണ്. കേതു എന്ന് പറഞ്ഞാൽ പിടിക്കണ ആളാണ്. എവിടെ നിന്നാലും കേതു പിടിക്കും. 11 അത് വലിയ കുഴപ്പമില്ല, എന്നാലും അപ്പം ധനത്തിന് പ്രശ്നം ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കേതു അത്ര പ്രശ്നക്കാരാണ്, കേതുവും ഗുളികനൊക്കെ പ്രശ്നക്കാരാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, ഗണപതിയെ പ്രാർത്ഥിക്കണം. കേതു അങ്ങനെ വന്നാൽ ഗണപതിയെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരാൾക്ക് വ്യാഴദശയിൽ കേതു വന്നു ധരിക്കുക, അവർക്ക് ഭർത്താവായിട്ട് കലഹമായിരിക്കും. ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഭർത്താവിന് ഇവരെ കണ്ടുവിടാം. അപ്പോൾ നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുക, ഗണപതിക്ക് ഏത്തോടുക. അതുപോലെ ഏത് ദശയിലും കേതു വന്നാലും, കേതുദശ വന്നാലും അങ്ങനെ തന്നെയാണ്. അതാണ് സമയദോഷം എന്ന് പറയുന്നത്. പിന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഡള്ളായിപ്പോയാൽ ആൾക്ക് ദേഷ്യം വരും. അപ്പോൾ അടുത്ത ട്രിക്ക് എന്താ, മദ്യപാനം പ്രശ്നമാണ്. പൈസയും പോവും, ശരീരവും പോവും, ബുദ്ധിമുട്ടും വരും, കുടുംബത്തിൽ കലക്കം ഉണ്ടാവും. അപ്പോൾ അതിന് അഭയം പ്രാപിക്കുന്ന ഉറക്കമില്ല. ഉറക്കത്തിന് അഭയം പ്രാപിക്കുന്നത് എന്താണ്, മദ്യം. അപ്പം അങ്ങനെ ആ ദൈവാധീനം ഡെഡിക്കേഷൻ ഇത് പോവില്ല. ഉടനെ മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ പോയി. മെഡിറ്റേഷൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്തല്ല എന്നും ഒരുപോലെ മെഡിറ്റേഷൻ ചെയ്താൽ നമുക്കിതൊന്നും തോന്നില്ല. ഒരാത്മാവും വരില്ല, ഒരു പ്രേതവും വരില്ല, ഒന്നും വരില്ല. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം. അതെ, നമ്മുടെ ശരീര പിന്നെ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്, നല്ല ഭാഷ നെഗറ്റീവ് എനർജി. അപ്പോൾ നമ്മൾ ജ്യോതിഷത്തിലെ പല വാക്കുകളും പറയും, പക്ഷേ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അതാണത്. ഇപ്പോൾ നമ്മൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ മുലയൂട്ടുന്ന അമ്മമാർ, പിന്നെ പഴയ കാലത്തൊക്കെ എണ്ണ തേച്ചിട്ടൊക്കെയാണ് ജോലിക്ക് പോകും, പണിക്ക് പാടത്തൊക്കെ ആ എണ്ണ തേച്ച സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഋതുമതികൾ, ഗർഭിണികൾ, ഇവരെയൊക്കെയാണ് ദുർബലമായിരിക്കും ശരീരം. ഇവരെയൊക്കെയാണ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക നെഗറ്റീവ് എനർജി. ഇപ്പോൾ എനിക്കറിയാം ഒരു ലേഡി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആലുവപ്പുറം നല്ല സ്ഥലമാണ്, കുഴപ്പമില്ല. പക്ഷെ അവിടെയാണ് പിതൃകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ പിതൃകർമ്മങ്ങൾ ജോലിപ്പിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു കുറച്ച് നേരം രാത്രി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം മാറി അവരുടെ.
സ്വഭാവം മാറി ആൾ വേറൊരാളായി. അത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും ആൾക്കാർക്ക്. അതൊക്കെയാണ് ഈ വീക്കായ ശരീരത്തിലെ വീക്കായ മനസ്സിലേക്കാണ് നെഗറ്റീവ് എനർജി വരിക. അത് അറിയാൻ പറ്റും. കാരണം ഈ ആൾക്കറിയാം ആരോ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും. പിന്നെ ഒടിവെക്കാന്ന് പറയും ആൾക്കാർ. അതൊക്കെ ഒരു ബ്ലാക്ക് മാജിക്കാ. ഒടിവെക്കുന്ന ആൾക്കാർക്ക് നടക്കുമ്പോൾ പറയുന്ന ആരും ഒന്നരമായി തോന്നും. അതിന് പൂജാരിമാർ ഒരുപാട് പൈസ മേടിക്കും. ഒടിവെട്ടിയാൽ മതി, ഒടിവെട്ടിയാൽ പൊക്കോളും. അതൊക്കെ ഒടിവെട്ടിക്കളയണത്. കാരണം അതെന്തോ നൊന്തിയിടും. നമ്മൾ വണ്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ വീഴില്ലേ, നടക്കുന്ന സമയത്ത് വീഴില്ലേ, ഉരുണ്ട് വീഴും. അത് നമുക്കറിയില്ല, ഈ വ്യക്തിക്കറിയാം. അത് ബ്ലാക്ക് മാജിക്കാണ്. അത് പ്രേതബാധയല്ല, ആത്മാവല്ല. ആത്മാവ് കയറി കഴിഞ്ഞാൽ ആത്മാവിൻ്റെ സ്വഭാവം നമ്മൾ കാണിക്കും. ഇപ്പം മര്യാദയ്ക്കുന്ന ആള് ഒരു നെഗറ്റീവ് എനർജി ഒരാളുടെ സ്വഭാവമേ മാറും. അപ്പം നമുക്ക് ഇതെന്ത് ഇയാൾ വേറെ സ്വഭാവം, ഇന്നലെ വരെ കണ്ട ആളല്ലേ, എന്ത് പറ്റി നിങ്ങൾക്ക് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടാലും പരിചയം ഇതാവില്ല. പിന്നെ കൊതി പറ്റുകയെന്ന് പറയും. അത് വലിയ പ്രശ്നമാണ്. ഇപ്പം നല്ലൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊതി പറ്റിക്കഴിഞ്ഞാൽ ഉപ്പ് ഊതി കൊടുക്കും. ഉപ്പ് ഞാൻ കൊടുക്കാറുണ്ട്. ഉപ്പാണ് നല്ലത്. പിന്നെ ഉള്ളത് തന്നെയാണ്. ഇപ്പം ഒരാൾക്ക് കൊതി പറ്റുന്നതായിരിക്കാം. കൊതി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വോമിറ്റിംഗ് ഉണ്ടാവും, ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക മണം വരികയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഊതിക്കളയും. കൊതി എനിക്ക് ഇതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഇതുപോലെ തന്നെ കൊതി പറ്റിയത് അത് നമ്മൾ സാധാരണ എന്ത് ചെയ്യും, അസുഖം വോമിറ്റിങ്ങും ഒക്കെ വരുമ്പോൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ട് കുറേ പൈസ ചിലവായി, മാറ്റമില്ല. അത് എന്നെ വിളിച്ചു, ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ദൂരമാണ് അവർ, ഉപ്പെടുത്ത് വയ്ക്കും, നമ്മളിവിടുന്ന് ഊതാന്ന് പറഞ്ഞു. അത് കഴിച്ചപ്പോൾ മാറി. പിന്നെ ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ വരും ആ കഴിച്ചതിൻ്റെ ഒക്കെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സിമ്പിൾ കാര്യങ്ങളൊക്കെ വലുതാക്കി എടുക്കും. അറിയില്ലല്ലോ നമുക്ക്. കുട്ടികൾക്ക് ഒക്കെ എപ്പോഴും കൊതി പറ്റും. പണ്ട് നമ്മളൊരു ഹോട്ടലിൽ പോയി, വലിയൊരു ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്തു, നമുക്ക് ഭക്ഷണം വന്നു, മറ്റവർക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ചിലർക്ക് വിശന്നിരിക്കുമ്പോൾ മനസ്സിൽ തോന്നിയാൽ മതി, ഒരാഗ്രഹം തോന്നിയാൽ അത് കൊതിയായിട്ട് വരും. ആത്മാക്കളുടെ കൊതിയും കിട്ടും. അതല്ലേ പുറത്ത് നിന്ന് നമ്മളെന്ത് ചെയ്യണം, ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിൻ്റെ നാമം ജപിച്ചിട്ട്, ഇപ്പം ഇഷ്ടമുള്ള ദേവൻ ശിവനാണ്, ശിവോഹം എന്ന് പറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ ഒരു കൊതിയും പറ്റില്ല. ശിവോഹം എന്നോ നാരായണന്നോ കൃഷ്ണന്നോ ആഞ്ജനേയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കഴിച്ചാൽ മതി. ശിവോഹ നല്ലത്, വളരെ നല്ലതാ. ആ ഭക്ഷണത്തിൽ നോക്കുമ്പോൾ ശിവോഹം ശിവോഹം എന്ന് ജപിച്ച ശേഷം കഴിച്ചു ഒരു കൊതിയും പറ്റില്ല. അത് പറ്റിക്കഴിഞ്ഞാൽ പണിയാ. അറിയില്ലല്ലോ നമുക്ക് എന്താ പറ്റിയതെന്ന്. നമുക്ക് വയറിന് പ്രശ്നമായി, ലൂസ് മോഷനായി, വയറിളക്കായി, വോമിറ്റിംഗ് ആയി, ഉടനെ ഹോസ്പിറ്റലിൽ പോകും, മാറുകയില്ല. MRI CT ഒന്നും ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊന്നും ഇന്നത്തെ ആധുനിക ലോകത്തിൽ വിശ്വസിക്കില്ല. പക്ഷെ അതൊക്കെ ഉള്ളത് തന്നെയാണ്, സത്യമാണ്. ചില നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് കൊതി പറ്റും. നക്ഷത്രം എന്താ? അനിഴായിരിക്കും മിക്കവാറും. മകം, അനിഴം, ഉത്രട്ടാതി, അവിട്ടം ഇവർക്കൊക്കെ പെട്ടെന്ന് കൊതി പറ്റും. അങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട് കൊതി പറ്റുന്നത്. അപ്പം അങ്ങനെ കൊതി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ രീതിയിൽ മാറ്റാം.